എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രീത ചേച്ചി. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ബസുമതി റൈസാണ്. അത് 2 ഗ്ലാസ് അരി എടുക്കുവാണ് നമ്മൾ. പിന്നെ ചിക്കൻ എടുക്കുന്നുണ്ട്. ചിക്കൻ്റെ പീസിന് പ്രത്യേകതയുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് ഉപ്പിട്ടു. അതിലേക്ക് നമ്മൾ എന്ന് പറയുന്നത് കറുകാപ്പട്ട, ഏലക്ക, തക്കോലം, ഈ നമ്മൾ എടുക്കുന്ന സ്പൈസസിയുള്ള എല്ലാ സാധനങ്ങളും ഇടുന്നു. ഒരു നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചിട്ട് ചിക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നെയ്യുള്ള ചിക്കൻ, നെയ്യ് പീസ് ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ അതിനകത്ത് വാങ്ങുമ്പോഴേ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് നിന്നുള്ള നെയ്യുള്ള ഭാഗങ്ങൾ എടുത്ത് കുറച്ച് മാറ്റി വെക്കുക. പിന്നെ കുറേ നല്ല മസിൽസ് എന്ന് പറഞ്ഞാൽ ദശയുള്ള കുറച്ച് ഭാഗങ്ങൾ എടുക്കുക. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ വെള്ളത്തിലോട്ടിട്ട് ഈ നാരങ്ങ നീരോ ഉപ്പും എല്ലാം ഒഴിച്ച് അത് വെന്ത് കഴിയുമ്പോൾ അത് കോരി മാറ്റുക. അപ്പം മൊത്തം നമ്മൾ അരി എത്രയാണോ എടുക്കുന്നതിൻ്റെ, ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തെങ്കിൽ 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി എടുത്തിടുന്നു. നമ്മൾ അരി വെന്തോ നോക്കുന്നത്, ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചോറെടുത്ത് നമ്മൾ കടിച്ച് നോക്കുമ്പം അരി പരുവം കഴിഞ്ഞ് ചോറിൻ്റെ പരുവമാകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നമ്മൾ കോരണം കേട്ടോ. ഒത്തിരി വെന്ത് പോകരുത്, നമുക്ക് പിന്നെ അതിനകത്തിട്ട് ഇളക്കേണ്ടതാണല്ലോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് പ്രീതാസ് വേൾഡിൻ്റെ പ്രത്യേകത. ചോറ് നമുക്കൊരു നൊപ്പയുള്ള പാത്രത്തിലേക്ക് കോരി വയ്ക്കുക. അപ്പോൾ അതിൽ കണ്ട കുറച്ച് വെള്ളം, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കാണും കഷ്ടി നമുക്ക് മിച്ചം വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കൊണ്ട് നമുക്കിത് ചോറ് വെന്തു. ഇനി നമുക്ക് കാണുന്നത് അതിന് വേണ്ട വെജിറ്റബിൾസാണ്. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ എടുക്കാം. ഇന്നത് വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ ഇട്ട് നമ്മൾ എല്ലാം കൂടെ പച്ചക്കറികളെല്ലാം കൂടെ കണ്ടിച്ചിടുക. എന്നിട്ട് നമ്മളൊരു ചീനിച്ചട്ടി അത് ചൂടാക്കി കുറച്ച് ഡാൽഡയും ബാക്കി സൺഫ്ലവറും ഒഴിക്കുക. ആ പച്ചക്കറികളെല്ലാം കൂടെ കൂടി കുറച്ച് കുരുമുളക് പൊടി ആദ്യം ഇടണം കേട്ടോ. അത് വിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ പച്ചക്കറി എല്ലാം കൂടി ഒന്ന് വഴറ്റുക എന്ന് പറഞ്ഞാൽ ഒന്ന് വാടിയാൽ മതി കേട്ടോ, ഒത്തിരി അങ്ങോട്ട് വേഗത. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ അത് എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ഞാൻ 2 ചെറിയ മുട്ടയോട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. അതിലേക്ക് അത് നന്നായിട്ട് ഇളക്കി ആ മുട്ട നന്നായിട്ടൊന്ന് നമുക്ക് മുട്ട വെറുവെറന്നാവുമല്ലോ, ആ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടണം, കാരണം മുട്ടയ്ക്ക് വേണ്ടി ഉപ്പ്. ആ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കന് നമുക്ക് അതിനകത്തിട്ട് ഇളക്കുക. എപ്പോഴും ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം, ഒരിക്കലും ലോ ആക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് റൈസ് ഇടുക. നമ്മൾ മാറ്റി വെച്ച റൈസ് കിട്ടും, അതും നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത്രയും ടേസ്റ്റിൽ ഒരു ഫ്രൈഡ് റൈസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ഈ ഒരു റെസിപ്പി വെച്ച് ഫോളോ ചെയ്താൽ നിങ്ങൾ എന്നും ഈ റെസിപ്പി നിങ്ങൾ ചെയ്യുള്ളൂ കേട്ടോ. അവസാനം നമ്മൾ ആകെ ചേർക്കുന്ന പറഞ്ഞാൽ കുറച്ച് മല്ലിയില മാത്രമേ ഉള്ളൂ. പിന്നെ കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇടുക, ഇല്ലെങ്കിൽ വേണ്ട.